ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് കരസേന ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ വിഷ്ണു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതലായി നൽകാൻ വേണ്ടി. വിഷ്ണു, അതായത് ഇന്ത്യൻ സമയം ഏകദേശം 1:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ സൈന്യം അതിർത്തി വിടാതെ ഇന്ത്യയിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ ഒന്നും വന്നിട്ടില്ല. 10 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തുകയാണ്. അപ്പോഴാണ് നമുക്കിതിൻ്റെ എന്താണ് യഥാർത്ഥ വശം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് നിലവിലെ വിവരങ്ങൾ? നിലവിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 1:44 കൂടിയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകിയത്. അത് സംയുക്ത സൈനിക നീക്കത്തിലൂടെയാണ് ഇന്ത്യ ഇത്തരമൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നത്. ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരി എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂരിയിലൂടെ രാവിലെ പുലർച്ചെ 1:44 കൂടിയാണ് ഈ ഭീകരരുടെ 9 താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമണം തിരിച്ചടി നടത്തിയിരിക്കുന്നത്. പാക് അധീന കാശ്മീരിലെ 5 ഭീകരാക്രമണ കേന്ദ്രങ്ങളിലും പാകിസ്ഥാനിലെ 4 ഭീകരാക്രമണ കേന്ദ്രങ്ങളിലേക്കുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന കണക്കനുസരിച്ച് 17ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. പക്ഷേ അതിലും കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്നതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഇതിലൊക്കെ തന്നെ വരുന്ന സമയങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.